ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റ് മാത്സ് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ഫെർമാറ്റ് സെറ്റിൽ തിയറം എന്ന് പറയുന്നത്. ഫെർമാറ്റ് സെറ്റിൽ തിയറം എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യാറ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നോക്കിയേ, നല്ല ഇടിയോട്ടൊരു ചോദ്യം. എന്താണ്? വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ യു ഡിവൈഡ് 2⁵ വിത്ത് 4, അല്ലെങ്കിൽ വിത്ത് 4 വേണ്ട, വിത്ത് 2. ഇവിടെ 3⁵ വിത്ത് 2 ഇരിക്കട്ടെ. 3⁵ വിത്ത് 2, ഇതാണ് 3⁵ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് റിമൈൻഡർ കിട്ടുമെന്നാണ് ചോദ്യം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തിരിച്ചപ്പോൾ നോക്കുക. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കറിയാം എന്താണ്, കാൽക്കുലേറ്ററിൽ ഈ സാധനം അടിച്ചു കൊടുത്താൽ നമുക്കൊന്നും കിട്ടൂല, അല്ലേ? കാൽക്കുലേറ്ററിൽ ഈ സാധനം അടിച്ചു കൊടുത്താൽ നമുക്കൊന്നും കിട്ടില്ല. കാരണം എന്താണ്, 3 എവിടെയാ കിടക്കുന്നത്? അപ്പോൾ 3⁵ എൻ്റെ അമ്മ എന്ത് വലിയ നമ്പറാ, അല്ലേ? അപ്പം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് റിമൈൻഡർ കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ കിളി പോവും ക്വസ്റ്റ്യൻ കാണുമ്പോൾ, അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, ഇതിലെന്താണ് ഷോർട്ട് കട്ട് മെത്തേഡ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, അതിന് മുമ്പ് നമുക്കൊരു തിയറം പഠിക്കണം. എന്താ തിയറമാണ് പറയുന്നത്, ഫെർമാറ്റ് സെറ്റിൽ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ആൻഡ് എന്താണ്, ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ആൻഡ് ലെറ്റ് എ ബി എനി നമ്പർ, any integer that is not divisible by p, then a raised to p minus 1 is 1 modulo p. എന്താണ് സമുദ്രമുള്ളൂ? a raised to p minus 1നെ p കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും എന്നാ പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. നോക്കിയേ, എയുടെ വാല്യൂ 2ഉം പിയുടെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക. അതായത് a⁻p−1നെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുള്ളൂ നോക്കണം, അല്ലേ? a⁻p−1നെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുള്ളൂ നോക്കണം. ഇവിടെ എത്രയാണ്? ഏത് പറയുന്നത് 2 ആണ്. അപ്പോൾ 2⁻p−1 2⁻4 എത്ര വരും? 16 വരും. ഈ 16നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്കറിയാം എന്താണ്, 5 × 3 + 1 ആണെന്ത് 16. അതായത് റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ 1 വരും. അപ്പോൾ എന്താണ്, ഈ കേസിൽ നമ്മുടെ ഫെർമാറ്റ് തിയറം കറക്റ്റ് ആണ്. അടുത്തൊരു കേസ് നോക്കാം. a = 3ഉം p = 7 ആണെന്ന് വിചാരിക്കുക. a = 3ഉം p = 7 ആണ്. അപ്പൊ എന്ത് വരും? സിമ്പിൾ നോക്കാൻ, എന്താണ് a⁻p−1 എന്താണ് 3⁻7−1, അതായത് 3⁻6. 3⁻6 എത്ര വരും? 3⁻6 വരിക 729 ആണ്. എത്രയാണ്? 729 ആണ്. അതറിയാം നമുക്കപ്പോൾ. അപ്പൊ എന്താണ്, ഈ 729നെ ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും നോക്കാം, അല്ലേ? റിമൈൻഡർ എത്ര കിട്ടും നോക്കാം. 7ൽ 1 ടൈംസ് 7, 0നും 2 ഒന്നും ഉണ്ടാവില്ല, 0. 29 ഇറക്കി എഴുതി. 4 ടൈംസ് 28 ആൻഡ് റിമൈൻഡർ ഈസ് 1. നോക്കിയേ, നമുക്ക് 729നെ 7 കൊണ്ട് ഇവിടെ എന്ത് കിട്ടി? റിമൈൻഡർ 1 കിട്ടി. ഇതാണ് എന്ത് ഫെർമാറ്റ് തിയറം പറയുന്നത്. ഇത് നമുക്ക് വലിയ നമ്പർ നോക്കാം. എന്താണ് നമ്മുടെ നമ്പർ? എന്തായിരുന്നു? 3⁵504നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് റിമൈൻഡർ വരുന്നത് വെച്ചേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഇവിടെ a എന്ന് പറയുന്നത് 3 ആണെന്ന് എടുക്കാം, a എന്ന് പറയുന്നത് 3 ആണെന്ന് എടുക്കാം, p എന്ന് പറയുന്നത് 2 ആയിട്ട് എടുക്കാം. a = 3 ആൻഡ് a = 3 എടുക്കാം, p = 2 എടുക്കാം. ഇവിടെ പറഞ്ഞ എന്താണ്, 3⁵504 ഡിവൈഡ് വിത്ത് 2. അപ്പോൾ നോക്കിയേ, എന്താ പറയുക നമുക്ക്, a⁻p−1 is congruent to 1 mod എന്താണ് p. എന്തെഴുതാം? 3⁻1 3⁻2−1 is congruent to 1 mod p. അതായത് 3 is congruent to 1 mod p. 1 mod p എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 1 mod 2 ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? 3 is congruent to 1 mod 2. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 3 is congruent to 1 mod 2 ആണെങ്കിൽ എന്താ എഴുതാം?
3n എന്തായിരിക്കും കോൺഗ്രുവൻറ്റ് ടു 1 mod 2 ആയിരിക്കും. അതിൽ 1n mod 2 ആയിരിക്കും. അപ്പോൾ 1n എന്നുള്ള 1 തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യാമല്ലോ, വ്യത്യാസമില്ല. അപ്പോൾ എന്ത് വരും? 3n is congruent to 1 mod 2. സോ സിംപ്ലി പറയണത് എന്താണ്? 3/504 is congruent to 1 mod 2. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് ഫെർമാറ്റ് തിയറം പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ സെറ്റ് എക്സ് അപേക്ഷിച്ചാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ലെറ്റ് ഫെർമാറ്റ് തിയറം ബി സ്റ്റേറ്റഡ് ആസ് if p is a prime number and a is a number such that p does not divide a, then a raised to p minus 1 is modulus to y mod m. Then in this case y ക്കും m നും എന്തൊക്കെ വാല്യൂസ് എടുക്കാമെന്ന് വെച്ചത്. അപ്പം എന്തൊക്കെ പറയുന്നത്? p ഒരു പ്രൈം നമ്പർ ആണ്, a എന്ന് പറയുന്നത് സാധാരണ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫെർമാറ്റ് റോസിയുടെ ഡെഫിനിഷൻ എന്താണ്? a raised to p minus 1 is congruent to 1 mod p ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കമ്പയർ ചെയ്ത് നോക്കിയേ. ഇവിടെ വൈയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? ഇവിടെ കിടക്കുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ y is equal to 1 ആണ്. ഇനി ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? ഇവിടെ കിടക്കുന്നത് p ആണ്. അപ്പോൾ y equal to 1, m equal to p ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ ഇതാണെന്ത് പക്കയായിട്ട് ഫെർമാറ്റ് തിയറം അപ്ലൈ ചെയ്യണം. നമ്മൾ ജസ്റ്റ് തിയറം ചോദിക്കുന്നുള്ളൂ അവർ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഫെർമാറ്റ് തിയറം ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. എന്താ പറയുന്നത്? ലെറ്റ് p be a prime number, then by ഫെർമാറ്റ് തിയറം എന്താണ്? 2 raised to p minus 1 is divisible by p. സംഭവത്തിലുള്ള എന്താണ്? ഇപ്പോൾ a is modulus to b mod c എന്ന് പറയുമ്പോൾ എന്താ പറയുക? a minus b is a multiple of c എന്ന് പറയാം. a is congruent to b mod c എന്ന് പറയുമ്പോൾ എന്താണ്? a minus b is a multiple of c എന്ന് നമുക്ക് ഈസിലി പറയാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ എന്താ പറയുന്നത്? 2 raised to p minus 1 is congruent to 1 mod p എന്നാണ് നമ്മുടെ ഇത് വരിക, സ്റ്റേറ്റ്മെന്റ് വരിക. ഫോർ എക്സാമ്പിൾ p ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ എന്താണ്? ഒരിക്കലും 2 ആയിട്ട് കറക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 2 raised to p minus 1 is congruent to 1 mod p എന്ന് വരും. സോ നമുക്ക് എന്താ എഴുതാം? 2 raised to p minus 1 is a multiple of എന്താ എഴുതാം? p എന്ന് എഴുതാം. 2 raised to p minus 1 is a multiple of p എന്ന് എഴുതാം. സോ ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണെന്ന് വരിക നമ്മുടെ ഫൈനൽ ആൻസർ വരിക. പിന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് ഓപ്ഷൻ ബി വരാത്തതെന്ന് അല്ലേ? കുറേ പേർക്ക് സംശയം ഉണ്ടാവും എന്താണ് ഓപ്ഷൻ ബി വരാത്തത്. ആൻഡ് സിമ്പിൾ കാര്യം ഇത്രേ ഉള്ളൂ. എന്താണ്? a raised to p minus 1 is congruent to 1 mod p എന്ന് മാത്രമാണ് ഫെർമാറ്റ് തിയറത്തിൽ പറയുന്നത്. ഇതിന്റെ കൊറോളറി ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് നമ്മുടെ നമ്പർ തിയറിക്കകത്ത്. എന്താണ്? a raised to p is congruent to a mod p എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. എന്താണ്? a raised to p is congruent to a mod p എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. ഇതനുസരിച്ച് നോക്കുമ്പോൾ എന്താണ്? a raised to p minus a is a multiple of എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് p എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ എന്താണ്? യെസ്, ഓപ്ഷൻ ബി ശരിയല്ലേ? പക്ഷേ ആസ് പെർ ഫെർമാറ്റ് തിയറം എന്താണ്? നമ്മൾക്ക് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? a raised to p minus 1 is congruent to 1 mod p എന്നൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം അതുകൊണ്ടതെ ദെൻ ഫെർമാറ്റ് തിയറം എന്തായിരിക്കും എന്നാണ് വെച്ചേക്കുന്നത്, അല്ലാതെ ഫെർമാറ്റ് തിയറത്തിന്റെ കൊറോളറി അല്ല വെച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ എന്താ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. 2 raised to p minus 1 is divisible by p. അത്രേ ഉള്ളൂ ആൻസർ കേട്ടോ. ഇപ്പോൾ ഫെർമാറ്റ് തിയറം പക്കയായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് അറിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ധാരാളം ടോപ്പിക്സ് ഏതാണ് സെറ്റ് വാക്സിൻ്റെ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക്സിനെ പക്കയായിട്ട് പഠിച്ച് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്താൽ എന്താ നമുക്ക് സെറ്റ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക്
ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ സെറ്റ് എക്സാം നോക്കിയ ആപ്ലിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര പെടുന്ന എന്താണ് നിങ്ങൾ സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുക. ഒപ്പം തന്നെ ഈ വരുന്ന ഫെബ്രുവരി 22 വരാൻ പോകുന്ന സെറ്റ് എക്സാമിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇതിന് ശേഷം എന്താണ് വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ കുറച്ച് ദിവസം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എന്താണ് നമുക്ക് ധൈര്യമായിട്ട് എന്താണ് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു സ്മാർട്ട് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും വേണം എന്താണ് നന്നായി പഠിക്കുക, സെറ്റിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ പഠിച്ച് അടിപൊളിയായി പഠിക്കണം എന്താണ് ധൈര്യമായിട്ട് നമ്മുടെ കോമ്പറ്റീവ് പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഒപ്പം തന്നെ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. ഒപ്പം തന്നെ ഇതിൻ്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏതാണ് 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ധാരാളം കുറേ ടോപ്പിക്സ് നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഇതുപോലെ കൂടുതൽ കണ്ടന്റ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും താങ്ക് യു.